യാത്രക്കാരെ സ്വാഗതം ചെയ്യാനും പാവപ്പെട്ടവരെ പരിപാലിക്കാനും ലോക സാഹോദര്യ സമ്മേളനത്തോട് ആഹ്വാനം ചെയ്ത് ലിയോ 14 പാപ്പ. വത്തിക്കാനിൽ നടന്ന മനുഷ്യ സാഹോദര്യത്തെക്കുറിച്ചുള്ള ലോക സമ്മേളനത്തിന്റെ 3-ാം പതിപ്പിൽ കുടിയേറ്റക്കാരോടും പാവപ്പെട്ടവരോടും കാണിക്കുന്ന തിരസ്കരണവും നിസ്സംഗതയും അടങ്ങുന്ന മനോഭാവത്തെ ലിയോ 14 പാപ്പ എടുത്തു പറഞ്ഞു. യുദ്ധങ്ങളാൽ ആയുധമെടുക്കാൻ നിർബന്ധിതരായ യുവാക്കളുടെ ജീവിതത്തെ തകർക്കുകയും സാധാരണക്കാരെയും കുട്ടികളെയും സ്ത്രീകളെയും പ്രായമായവരെയും ലക്ഷ്യം വെക്കുകയും ചെയ്യുന്നുവെന്നും പാപ്പ തന്റെ പ്രസ്താവനയിൽ ഊന്നി പറഞ്ഞു. ഇസ്ലാമിക തീവ്രവാദികൾ തങ്ങളുടെ അജപാലന പ്രവർത്തനങ്ങൾക്ക് നിരന്തരമായ ഭീഷണി സൃഷ്ടിക്കുകയാണെന്ന് രാജ്യത്തെ എൻഡാലി ബിഷപ്പ് മാർട്ടിൻ മൗമൗനിയുടെ വെളിപ്പെടുത്തൽ. നൈജീരിയയുടെ അതിർത്തിക്കടുത്തുള്ള ബെനീനിയിലെ ഗ്രാമം സെപ്റ്റംബർ 10 പുലർച്ചെ ജിഹാദി തീവ്രവാദികൾ ആക്രമിച്ചതായി ബിഷപ്പ് മാർട്ടിൻ പറഞ്ഞു. പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും വീടുകളിൽ അതിക്രമിച്ചു കയറുകയും മോഷണം നടത്തുകയും സാധാരണക്കാരെ തട്ടിക്കൊണ്ടുപോയതായും ബിഷപ്പ് വെളിപ്പെടുത്തി. കാർലോ അക്വിറ്റിസ് ദി ഇൻഫ്ലുവൻസർ ഓഫ് ദി ഗോഡ് എന്ന സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായ ജുവാൻ കാർലോസ് ലിയോ 14 പാപ്പയ്ക്ക് സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന വിശുദ്ധ കാർലോ അക്വിറ്റിസിന്റെ കാരിക്കേച്ചർ സമ്മാനിച്ചു. പാപ്പയുമായുള്ള കൂടിക്കാഴ്ച വളരെ സന്തോഷമായിരുന്നുവെന്ന് ജുവാൻ പറഞ്ഞു. വിശുദ്ധയുടെ ജീവിതം തുടർന്നും പറയാൻ അദ്ദേഹത്തെയും സംഘത്തെയും പരിശുദ്ധ പിതാവ് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അഗസ്റ്റിൻ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിച്ച് നിർമ്മിച്ച ഈ ചിത്രം വിശുദ്ധ കാർലോ അക്വിറ്റിസിനെയും വിശുദ്ധ പിയർ ജോർജിയോ ഫ്രാസാത്തിയെയും വിശുദ്ധരായി പ്രഖ്യാപിച്ച ദിവസമായ സെപ്റ്റംബർ 7 ഞായറാഴ്ച പ്രദർശിപ്പിച്ചിരുന്നു. സഭയുടെ ഭൂമി നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയതിനെയും അതിനെതിരെ അധികാരികൾ നടപടിയെടുക്കാത്തതിനെയും വിമർശിച്ച് മൊസാംബിക്കയിലെ നമ്പൂല അതിരൂപതയിലെ ആർച്ച് ബിഷപ്പ് ഇൻസായോ സൗറോം പൊന്തിഫിക്കൽ ചാരിറ്റി ഫൗണ്ടേഷനായ എയ്ഡ് ടു ദി ചർച്ച് ഇൻ നീഡ് ഇന്റർനാഷണലിന്റെ റിപ്പോർട്ടിൽ സഭയിൽ നിന്ന് പിടിച്ചെടുത്ത ഭൂമിയിൽ മുസ്ലിം മോസ്കുകൾ പണികഴിപ്പിക്കുന്നുണ്ടെന്നും നേതാക്കൾ പറയുന്നു. മൊസാംബിക്കയിലെ വടക്കൻ പ്രവിശ്യയായ കാംബോ ഡെൽഗാഗയിൽ ഇതിനകം തന്നെ ഇസ്ലാമിക കലാപം അനുഭവിക്കുന്ന ഒരു രാജ്യത്ത് മതങ്ങൾ തമ്മിലുള്ള ബന്ധം വഷളാകുമോ എന്ന ഭയം ഇത് ഉയർത്തുന്നതായും ബിഷപ്പ് പറഞ്ഞു. നമ്മുടെ കരച്ചിൽ എപ്പോഴും ബലഹീനതയുടെ അടയാളമാകണമെന്നില്ലെന്നും വാക്കുകൾ അവശേഷിക്കാത്തപ്പോഴുള്ള പ്രാർത്ഥനയുടെ തീവ്രമായ രൂപമാകാമെന്നും ലിയോ 14 പാപ്പ. കരയുന്നത് ബലഹീനതയായി നാം കരുതുന്നുണ്ടെങ്കിലും സുവിശേഷം നമ്മുടെ നിലവിളിക്ക് ഒരു മൂല്യം നൽകുന്നുണ്ടെന്നും പാപ്പ പൊതുകൂടിക്കാഴ്ച വേളയിൽ പറഞ്ഞു.